Hello everyone. Today we are going to start with module 2. Okay, and this is chapter 3 of your data mining Camber and Pie textbook. Okay, now this section is data pre-processing. Data pre-processing. We have just introduced what are the steps in data pre-processing in our previous, when I explained 3-tier architecture. I have introduced data pre-processing. Okay, ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് പോവാം. Okay, data pre-processing. First of all, why do we need pre-processing? As we know, if we give as input rubbish to the computer, output will also be rubbish. So the quality of the data is going to decide the quality of the result from the mining process. To improve the quality of the data, pre-processing steps are being done. Okay, it also helps the mining algorithm to efficiently mine data. Okay, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് തരം ഇൻപുട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് മാത്രമേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. നല്ല ഇൻപുട്ട് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നല്ല ക്വാളിറ്റി ഡേറ്റ ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് തന്നെയാണ് മൈനിങ്ങിന്റെയും കേസിൽ. നമ്മുടെ മൈനിങ്ങിന്റെ റിസൾട്ട് എഫിഷ്യന്റും എളുപ്പത്തിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഡേറ്റ ക്വാളിറ്റി ഗുഡ് ആയിരിക്കണം. ആ ഡേറ്റ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഇത് നമ്മൾ 3-tier ആർക്കിടെക്ചർ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടതാണ്. ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇന്റഗ്രേഷൻ, ഡേറ്റ റിഡക്ഷൻ ആൻഡ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ 1 by 1 ഇത് ഓരോന്നും നോക്കും. ഇന്ന് ഞാൻ ഡേറ്റ ക്ലീനിങ്ങിന്റെ ആണ് ഡെപ്തിലേക്ക് പോകുന്നത്. ഐ വിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഓൾ ദ 4 steps and I will discuss in depth data cleaning. Okay, now data cleaning എന്ന് വെച്ചാൽ എന്താണ്? ഡേറ്റയ്ക്കകത്തുള്ള എന്തെങ്കിലും ഒക്കെ നോയ്സോ എററോ ഇംപ്യൂരിറ്റീസ് ഇൻകൺസിസ്റ്റൻസീസ് എന്തേലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും കറക്റ്റ് ചെയ്യുന്നതിനാണ് ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. സോ ഡേറ്റ ക്ലീനിങ് is to help remove noise and inconsistencies and other errors in the data. Okay, data integration പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡേറ്റ പല സോഴ്സുകളിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. Okay, so when we have data from many sources in a particular data warehouse for the purpose of mining, we need to do the process of integration. Now, when we do the process of integration, there are many problems. ഓരോ സോഴ്സിലും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ആ പല ആട്രിബ്യൂട്ട്സും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റേഞ്ച് ഡിഫറെന്റ് ആയിരിക്കും. അത് യൂസ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതെല്ലാം സോൾവ് ചെയ്ത് ഒറ്റ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് അതിനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഇന്റഗ്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. Now, data reduction. Many times it is possible to get the same result or comparable results by using less amount of data. ആ കേസിൽ കൂടുതൽ ഡേറ്റ ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് മൈൻ ചെയ്യുമ്പം എടുക്കുന്ന സമയവും എടുക്കുന്ന that is complexity of the algorithm കൂടും. അതുകൊണ്ട് whenever possible it is preferable that we reduce the size of the data by using many different methods that we will be looking at later. Some of those methods are aggregation. എന്നുവെച്ചാൽ ആവറേജും സമ്മും അങ്ങനത്തെ കാര്യങ്ങൾ മതിയെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ വാല്യൂസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഡിഫറെന്റ് വേസിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റിഡൻഡന്റ് ഫീച്ചേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പ്രയോജനമില്ലാത്ത ഒരു ഔട്ട്പുട്ടിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഡേറ്റ ഉണ്ടെങ്കിൽ, ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സ് യൂസ് ചെയ്ത്, ക്ലസ്റ്ററിങ്ങും അങ്ങനത്തെ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ റെഡ്യൂസ് ചെയ്യാം. ഫൈനലി ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ഈ റിഡക്ഷനും ഇന്റഗ്രേഷനും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് ഞാൻ ഡേറ്റയെ കൺവേർട്ട് ചെയ്ത് ഡേറ്റ വെയർഹൗസിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് നോർമലി ഈ സ്റ്റെപ്പിലാണ് നമ്മൾ എല്ലാ ഡേറ്റയെയും 0 to 1 റേഞ്ചിലേക്ക് ഓർ സം സ്പെസിഫിക് വാല്യൂ സെറ്റ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് കോൾഡ് നോർമലൈസേഷൻ. Okay,
This is not the only thing that happens in transformation. This is one of the major things that happens in transformation. Now, what do we mean? നേരത്തെ ഞാൻ പറഞ്ഞു ഡേറ്റയുടെ ക്വാളിറ്റി ഗുഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഗുഡ് റിസൾട്ട്സ് കിട്ടത്തുള്ളൂ. Okay, so what do we mean by data quality എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. What are the fact? ഇത് question papers ൽ question വന്നിട്ടുള്ളതാണ്. So it is important you make a note of it. Factors comprising data quality. Okay, we will look at them individually. When we say എല്ലാം കൂടെ ഒന്നിച്ച് പറയുമ്പോഴത്തേനും ഒന്ന് accurateness of the data, completeness of the data, consistency, timeliness, believability and interpretability. Okay, short ആയിട്ട് പറഞ്ഞാൽ we will look at it in detail. Short ആയിട്ട് പറഞ്ഞാൽ accuracy means എത്ര correct ആണ് data. Completeness എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിംഗ് ഡേറ്റ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഇല്ലാതിരിക്കണം. കൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ ഒരിടത്ത് കാണുന്ന ഡേറ്റ തന്നെ ആയിരിക്കണം, ബാക്കി എവിടെയെങ്കിലും ആ ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നത്. ടൈംലിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻഡ് ഓഫ് മന്ത് സെയിൽസ് ആണ് നോക്കുന്നതെങ്കിൽ ആ എൻഡ് ഓഫ് മന്തിൽ തന്നെ സെയിൽസ് ഡേറ്റ അപ്ഡേറ്റഡ് ആയിരിക്കണം, ടൈംലി ആയിരിക്കണം. അല്ലാതെ 2-3 മാസം കഴിഞ്ഞായിരിക്കരുത് ഈ മാസത്തെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ടൈംലിനെസ് എന്ന് പറയുന്നത്. ബിലീവബിലിറ്റി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഡേറ്റ തെറ്റാണ് എങ്കിൽ പിന്നീട് കറക്റ്റ് എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചാൽ പോലും ആൾക്കാർ അതിനെ വിശ്വസിക്കത്തില്ല. അതിനെയാണ് ബിലീവബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് whenever we ഡേറ്റ വെയർഹൗസ് അല്ലെങ്കിൽ ഡേറ്റ മൈനിങ് ഡേറ്റ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് വൺസ് പ്രസന്റഡ് ഇറ്റ് മസ്റ്റ് ബി കറക്റ്റ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിന്മേലുള്ള വിശ്വാസം ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതാണ് ബിലീവബിലിറ്റി. ആൻഡ് ഇന്റർപ്രറ്റബിലിറ്റി, മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഡേറ്റ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ആരും അത് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, നൗ the factors, ഡേറ്റയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡേറ്റ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇസ് എന്തിനു വേണ്ടിയാണോ ആ ഡേറ്റ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം വേണോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ മതിയോ എത്രത്തോളം വേണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇസ് ബേസ്ഡ് ഓൺ വാട്ട് ദ ഡേറ്റ ഇസ് ഗോയിങ് ടു ബി യൂസ്ഡ് ഫോർ. ഓക്കെ, നൗ how can the data quality be decremented if we have incomplete data? Incomplete data എന്ന് വെച്ച് കഴിഞ്ഞാൽ some values are not there. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഡേറ്റയാണ്, പക്ഷെ ആ ഡേറ്റ നമ്മളുടെ ഈ ഡേറ്റ സെറ്റിൽ ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ ആ ഡേറ്റയുടെ അഗ്രിഗേറ്റ് വാല്യൂസ് സം അല്ലെങ്കിൽ ആവറേജ് അങ്ങനത്തെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ കേസിൽ ഡേറ്റ ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാം. ഇന്നാക്യുറേറ്റ് അല്ലെങ്കിൽ നോയ്സി ഡേറ്റ എന്ന് പറയുന്നത് എന്തെങ്കിലും എററുകൾ, ഏതെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ കാരണം, ഒന്നെങ്കിൽ ഹ്യൂമൻ എറർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ എറർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തപ്പോൾ അത് കളക്ട് ചെയ്യാൻ വിട്ടുപോയതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഡേറ്റ തെറ്റാണെന്നുണ്ടെങ്കിൽ, എറർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ കറക്റ്റ് അല്ല, ഇച്ചിരി ഡീവിയേഷൻസ് ഉണ്ട്, അങ്ങനത്തെയൊക്കെ കേസസ് ആണ് ഇൻആക്യുറേറ്റ് ഓർ നോയ്സി ഡേറ്റ. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ തന്നെ പലയിടത്ത് കിടക്കുന്നത് പല രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഡിപ്പാർട്ട്മെന്റിന്റെ കോഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിടത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കോഡ് CS എന്നും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസിന് ഒരിടത്ത് ഡിപ്പാർട്ട്മെന്റ് കോഡ് CS എന്നും വേറൊരിടത്ത് CSE എന്നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇത് പലപ്പോഴും ഐറ്റംസിന് പലയിടത്ത് പറ്റുന്ന ഒരു കേസാണ്. Okay, so these are some of the reasons why the data quality might be less. Okay, now let's look at what are the reasons for. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 തരമാണ് incomplete, inaccurate and inconsistent data. So let's look at what are some of the reasons for inaccurate data, എന്ന് വെച്ചാൽ തെറ്റായ ഡേറ്റ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് തെറ്റായിരുന്നു. ഞാൻ വെയിറ്റ് ആണ് കളക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, എന്നിട്ട് എന്റെ വെയിങ് മെഷീൻ കറക്റ്റ് അല്ല, അതിന്റെ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് കിട്ടുന്ന വാല്യൂ തെറ്റായിരിക്കും.
ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്തത് കറക്റ്റ് ആണ്, പക്ഷെ അത് ഡേറ്റ എൻട്രി നടത്തിയപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്തപ്പം തെറ്റിപ്പോയി. ഓക്കെ, അങ്ങനെ ഇന്നാക്യുറേറ്റ് ഡേറ്റ നമുക്ക് കിട്ടാം. ഓക്കെ, ഇനി നമ്മൾ യൂസറിനോട് ഒരു ഫോം കൊടുത്തിട്ട് ഫില്ല് ചെയ്യാനായിട്ടാണ് പറയുന്നതെങ്കിൽ, ഇപ്പൊ പ്രായം, ചിലർക്ക് പ്രായം കുറച്ച് കാണിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ എന്റെ പ്രായം 47 ആണെങ്കിൽ ഞാൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പർപ്പസ്ലി ഇന്നാക്യുറേറ്റ് ഡേറ്റ സബ്മിറ്റ് ചെയ്തത് കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ഓർ ചിലർക്ക് ടെലിഫോൺ നമ്പർ കൊടുക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് എന്തേലുമൊക്കെ ചുമ്മാ അങ്ങ് 10 ഡിജിറ്റ് അങ്ങ് ഇടും. അത് മിസ്ഗൈഡഡ് ഡേറ്റ, ശരിക്കും ഡിസ്ഗൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡേറ്റയാണ്. ഓക്കെ, അനദർ പോസിബിലിറ്റി ഇസ് എറർ ഇൻ ഡേറ്റ ട്രാൻസ്മിഷൻ. അപ്പൊ ഞാൻ ECG എടുക്കുകയാണ്, ആ ECG കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഗ്ലിച്ച് കാരണം, എന്തെങ്കിലും ഒരു ഇലക്ട്രിസിറ്റിയുടെയോ ആ മെഷീൻ്റെയോ എന്തെങ്കിലും ഒരു എറർ കാരണം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്തത് തെറ്റും. അതിനെയാണ് എറർ ഇൻ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അനദർ പോസിബിലിറ്റി വിച്ച് ഇപ്പം അത്രയും ഈ ഒരു പ്രശ്നം വരാറില്ല. ബഫർ സൈസുകളൊക്കെ സാധാരണഗതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ മെഷേഴ്സ് ഉണ്ട്. സപ്പോസിങ് ബഫർ സൈസ് ലിമിറ്റഡ് ആണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ ഹയർ ദാൻ ദ ബഫർ സൈസ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് കാരണം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ തെറ്റായിരിക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ഇൻകൺസിസ്റ്റന്റ് നെയിമിംഗ് കൺവെൻഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ CS, CSC, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് 1, 2, 3 എന്ന് പറഞ്ഞ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന പലരും പല ഡിഫറെന്റ് കോഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്, തെറ്റായ കോഡ്സ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പലരും യൂസ് ചെയ്തിരിക്കുന്നത്. കോഡ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്നത് വേറെ വേറെ കോഡാണ്. ഓക്കെ, ആ കേസുകളിലും ഇന്നാക്യുറേറ്റ് ഡേറ്റ നമുക്ക് ഉണ്ടാവാം. Now another, let's look at the reasons for incomplete data. Okay, incomplete, inaccurate, inconsistent ആയിരുന്നു നമ്മുടെ 3 causes for decreasing data quality. ഒന്ന് നമ്മൾ reasons for inaccurate data കണ്ടു, ഇനി നമുക്ക് reasons for incomplete data കാണാം. ഓക്കെ, incomplete data കിട്ടാനായിട്ടുള്ള ചാൻസ് എന്തുവാ? ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർത്തില്ല ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. There were some information which was not collected that was actually of interest. Okay, so supposing നമ്മൾ സെയിൽസിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമർ ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യുന്നത്, പക്ഷേ ഈ കസ്റ്റമർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. സോ ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ, ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് അവൈലബിൾ. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡേറ്റയാണ്. ഓക്കെ, അടുത്തത് ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് ആ പർട്ടിക്കുലർ ടൈമിൽ ഈ പറയുന്ന ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്യുന്ന ടൈമിൽ when we were entering the data or collecting the data, we did not think that that data would be required. അതുകൊണ്ട് നമ്മളത് വിട്ടുപോയി, കളക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത് റെലവന്റ് ആയിട്ടുള്ള ഡേറ്റ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതെന്തെങ്കിലുമൊക്കെ റീസൺസ് ആകാം. യൂസർ തന്നെത്താനെ എൻ്റർ ചെയ്യുന്നതാണെങ്കിൽ ബ്ലാങ്ക് സ്പേസ് വിട്ടതായിരിക്കാം, അല്ലെങ്കിൽ സെൻസസ് പോലത്തെ ഡേറ്റ വീടുകളിൽ പോയി കളക്ട് ചെയ്യുന്ന ഡേറ്റ അന്നേരം ആളില്ലാഞ്ഞത് കൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞ ഡേറ്റ അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കളക്ട് ചെയ്യാന്ന് വിചാരിച്ച് വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ എക്വിപ്മെന്റ് മാനുഫാക്ചർ ചെയ്തായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ കാരണം കളക്ട് ചെയ്യാൻ വിട്ടുപോയ ഡേറ്റ. ഓക്കെ, അടുത്ത പോസിബിലിറ്റി ഇസ് ഡേറ്റ ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നത് കൊണ്ട് ആരോ ഡേറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു, അതുകൊണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മിസ്സിംഗ് ഡേറ്റ ആയിട്ട് കിടക്കുന്നു. ഓക്കെ, അടുത്തത് റെക്കോർഡിംഗ് ഓഫ് ഡേറ്റ ഹിസ്റ്ററി ഓർ മോഡിഫിക്കേഷൻസ് മേ ഹാവ് ബീൻ ഓവർലുക്ഡ്. എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുന്ന ഡേറ്റ ഏതൊക്കെ സമയത്താണ് എന്നുള്ളത് ഒരു ലോഗിൽ നമ്മൾ സാധാരണഗതിയിൽ സിസ്റ്റം തന്നെ ഡേറ്റാബേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. അത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഓവർലുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഇൻകംപ്ലീറ്റ് ഡേറ്റാസ് ആണ് നമ്മുടെ ഡേറ്റാബേസിൽ ഉള്ളത്. Okay, these are some of the reasons. There are many other reasons, but these are some of the reasons. Now, inconsistent data ആണ് നമ്മൾ ഇപ്പൊ നോക്കിയിരിക്കുന്നത്. ഏതൊക്കെയാ? ഇനാക്യുറേറ്റും ഇൻകംപ്ലീറ്റും ആണ്. ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ നമ്മൾ നോക്കിയില്ല.
ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ് ഇത് രണ്ടിലും നമ്മൾ കവർ ചെയ്തു. ഒന്ന് ഇതിന്റെ അകത്ത് പറഞ്ഞ ഈ ലാസ്റ്റ് കേസ്, ഇൻകൺസിസ്റ്റന്റ് നെയിമിംഗ് കൺവെൻഷൻസ് ഉള്ളത് കൊണ്ട് പലയിടത്ത് കിടക്കുന്നത് പല ഡേറ്റയാണ്. ഓക്കെ, അതുകൊണ്ട് ഇനാക്യുറേറ്റും ആണ് ഇൻകൺസിസ്റ്റന്റും ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പലയിടത്ത് ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ ഉള്ളതിനെ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ ഇറ്റ് ഹാസ് നൗ ബിക്കം ഇൻകംപ്ലീറ്റ്. ഡേറ്റ ഹിസ്റ്ററി അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, അപ്പോഴും ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ ആയിരിക്കും നമുക്ക് ഉള്ളത്. ഓക്കെ, സോ ദീസ് ആർ ദ റീസൺസ്. ദാറ്റ് ഈസ് ഇതിന്റെ അകത്തുള്ള റീസൺസ് ഒക്കെ തന്നെയാണ് ഇൻകൺസിസ്റ്റന്റ് ഡേറ്റയ്ക്കും ഉള്ളത്. Now let's look at timeliness. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ആവശ്യമുള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയെങ്കിൽ മാത്രമേ ഒരു ഡേറ്റ സെറ്റ് ആക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ ബിലീവബിൾ ആണ്, യൂസ് ചെയ്യാൻ പറ്റും എന്ന് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ക്ലയൻസിന് തൃപ്തി ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനെയാണ് ടൈംലിനെസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Suppose that you are overseeing the distribution of monthly sales bonuses. Okay, so sales teamന് sales bonus കൊടുക്കേണ്ട ചുമതലയാണ് നമ്മുടേത്. ഓക്കെ, പക്ഷേ ചില സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അവര് they fail to submit their sales records on time at the end of the month. End of the monthലാണ് ഞാൻ ഇത് ഡിസ്പേഴ്സ് ചെയ്യേണ്ടത് ബോണസ് ഏറ്റവും ടോപ്പ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിന്. ഓക്കെ, പക്ഷേ അവരത് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഇത് കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പല പ്രാവശ്യമായിട്ട് ആയിരിക്കും ഈ ഡേറ്റ ഈ ബോണസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ അപ്ഡേറ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യാത്ത കാരണം, ടൈംലി ഇൻഫർമേഷൻ കിട്ടാത്തത് കാരണം ഈ ഒരു പ്രോസസ് പ്രോപ്പർ ആയിട്ട് നടക്കാതെ വരും. അപ്പം ഇത് ഡിസ്പേഴ്സ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണോ, ബോണസ് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണോ, അവർക്ക് ഈ ഡേറ്റയോട് വിശ്വാസം കാണത്തില്ല. ഓക്കെ, ബിക്കോസ് മന്ത് എൻഡ് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഈ ഡേറ്റാബേസ് എപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്, പ്രോപ്പർ ആയിട്ട് അല്ല നമുക്ക് ഡേറ്റ കിട്ടുന്നത്. ഓക്കെ, സോ ദ പ്രോബ്ലം ഇസ് ദാറ്റ് കറക്റ്റ് ടൈമിന് കറക്റ്റ് ഡേറ്റ കിട്ടുന്നില്ലാത്തത് കാരണം ഡേറ്റയുടെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അത് കറക്റ്റാ, പക്ഷെ ടൈമിൽ അത് നമ്മൾ എൻഡ് ഓഫ് മന്തിൽ നോക്കുമ്പോൾ അത് കറക്റ്റ് അല്ല. അതാണ് വിഷയം. ഓക്കെ, അടുത്തത് ബിലീവബിലിറ്റി ആൻഡ് ഇന്റർപ്രറ്റബിലിറ്റി. ഇത് രണ്ടും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഏതെങ്കിലും പോയിന്റിൽ ഡേറ്റ കറക്റ്റ് അല്ലായിരുന്നു എന്നുള്ള ഒരു എന്താ പറയാ ഇൻഫർമേഷൻ ന്യൂസ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവർ ആ ഡേറ്റയെ, പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ചെയ്താൽ പോലും അവർ ആ ഡേറ്റയെ വിശ്വസിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ട്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂ. അപ്പൊ ഒരു ഡേറ്റാബേസ് അറ്റ് എനി പോയിന്റ് കുറെ എറേഴ്സ് ഉണ്ടായിരുന്നു, കറക്റ്റ് ഇൻഫർമേഷൻ അല്ലായിരുന്നു എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കലും അതിനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. പാസ്റ്റ് എറേഴ്സ് ആർ കോസിങ് the problems for sales department users, so they do not trust the data. Interpretability വേറൊരു വശമാണ്. ഉപയോഗിക്കാൻ എളുപ്പമില്ലാത്ത ഡേറ്റയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നോക്കുന്ന ആൾക്ക് ഈ ഡേറ്റയെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ഡേറ്റ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായത് കാരണം അതിനെ ഉപയോഗിക്കുന്നില്ല. That is believability and interpretability. Okay, so കൺസോൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡേറ്റ ആക്യുറേറ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, കൺസിസ്റ്റന്റ് ആണ്, ടൈംലി ആണ്. പക്ഷേ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് യൂസേഴ്സ് പണ്ട് അത് കറക്റ്റ് അല്ലായിരുന്നത് കാരണം ഇപ്പോഴും അതിനെ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ഈവൻ ഇഫ് ദേ നോ ദാറ്റ് ഇപ്പൊ ആക്യുറേറ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു, പണ്ടത്തെ ആ ഒരു പ്രശ്നം കാരണം ബിലീവബിലിറ്റി നഷ്ടപ്പെട്ടു, ഇന്റർപ്രറ്റബിലിറ്റിയും ഇല്ലാത്തത് കാരണം അവരത് യൂസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ മടിക്കും. ഓക്കെ, ദീസ് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഡേറ്റ ക്വാളിറ്റി. ഇനി the major tasks in data pre-processing already പറഞ്ഞു, cleaning, integration, reduction and transformation.
ഇതിലെ ക്ലീനിങ് സെക്ഷൻ മാത്രമാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഡേറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡേറ്റ മിസ്സിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോയ്സി, എറർ, ഔട്ട്ലയേഴ്സ്, ഇൻകൺസിസ്റ്റൻസീസ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്രയും കറക്റ്റ് ചെയ്യുന്നതിനാണ് ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇതിന് പലതരം മെത്തേഡ്സ് ഉണ്ട്. വി വിൽ ബി ലുക്കിംഗ് അറ്റ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡേറ്റ ഇന്റഗ്രേഷൻ. നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും വരുന്നതായിരിക്കും. ഓക്കെ, സോ ദർ വിൽ ബി ഡേറ്റ കമ്മിങ് ഫ്രം മൾട്ടിപ്പിൾ ഡേറ്റാബേസസ്, data cubes or files. Okay, in each of these databases or data cubes or files, there can be data with different names, redundant data, inconsistent data, errors, etc. All these need to be corrected before they can be integrated. ഒന്നിച്ച് ഒരു ഡേറ്റ വെയർഹൗസിലേക്ക് ആക്കുന്നതിന് മുമ്പായിട്ട് പലതരം പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്തിട്ടായിരിക്കണം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതൊരു പ്രോസസ്സാണ്. ഓക്കെ, ആൻഡ് ദർ ക്യാൻ ബി സം തിങ്സ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ ഡേറ്റാബേസസ്. ഇറ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ആൻഡ് സ്റ്റോർഡ്. അതിനെയാണ് ഇൻഫേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദോസ് സ്റ്റെപ്സ് ആർ ഇൻ ഡേറ്റ ഇന്റഗ്രേഷൻ. നെക്സ്റ്റ് ഇസ് ഡേറ്റ റിഡക്ഷൻ. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ചില ആൻസേഴ്സ് എനിക്ക് ഡേറ്റ സെറ്റിലുള്ള എല്ലാ ഡേറ്റയും എടുക്കാതെ തന്നെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഓർ സെയിം ഓർ ഓൾമോസ്റ്റ് സെയിം റിസൾട്ട്സ് കിട്ടാം. ആ കേസിൽ വി വിൽ ഓൾവേസ് പ്രിഫർ ടു യൂസ് ദ റെഡ്യൂസ്ഡ് ഡേറ്റ സെറ്റ്, നോട്ട് ദ ഫുൾ ഡേറ്റ സെറ്റ്, ടു ഡിക്രീസ് the amount of time taken for the analysis or the mining and to reduce the complexity of the algorithm that is doing the mining. Okay, അതുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഡേറ്റ സെറ്റിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. Okay, now strategies that are used for data reduction: dimensionality reduction, numerosity reduction. ഡയമെൻഷനെ റെഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂമറോസിറ്റി റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് എല്ലാം കൂടെ അങ്ങനെ തന്നെ വെച്ചിട്ട് അതിനെ ഒരു സിംപ്ലർ റെപ്രസെന്റേഷൻ കൊടുക്കുന്നതിനാണ് ന്യൂമറോസിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. ബോത്ത് ഓഫ് ദീസ് വിൽ ബി ഡെൽറ്റ് വിത്ത് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. അപ്പം മെഷീൻ ലേണിംഗ് എലക്റ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ളവർ ഓർക്കുന്നുണ്ടാവും, വി ഡിഡ് transformations, principal component analysis, attribute subset selection, wavelet transformation. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു മെഷീൻ ലേണിംഗിൽ. ഓക്കെ, ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. പാരാമെട്രിക് മോഡൽസും നോൺ പാരാമെട്രിക് മോഡൽസും ആയിട്ടാണ് ന്യൂമറോസിറ്റി റിഡക്ഷൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡേറ്റ സെറ്റിനെ എടുത്തിട്ട് അതൊരു സ്മോളർ റെപ്രസെന്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ന്യൂമറോസിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. പാരാമെട്രിക് റിഡക്ഷനിൽ നമ്മൾ റിഗ്രഷനും log linear modelsum കണ്ടായിരുന്നു. ഓക്കെ, in non parametric models, histograms, clusters, sampling, aggregation, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഷീൻ ലേണിംഗിൽ. വിൽ ബി ഡൂയിങ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. സോ മെഷീൻ ലേണിംഗ് എടുത്തിട്ടില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. വി വിൽ ബി ഡൂയിങ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, the next step is data transformation. ഈ ട്രാൻസ്ഫോർമേഷൻ എന്താ? നമ്മൾ ഡേറ്റയിലുള്ള എറേഴ്സ് ഒരു പരിധി വരെ ഒക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അൽഗോറിതത്തിന്, മൈനിങ് അൽഗോറിതം ഏതാണോ യൂസ് ചെയ്യാൻ പോകുന്നത് അതിനാവശ്യമായ രീതിയിലേക്ക് നമ്മൾ ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ സം അഡീഷണൽ പ്രീ പ്രോസസിംഗ് പ്രൊസീജിയേഴ്സ് that will help the mining process to be successful. Okay, അതിലെ ഒരു മെത്തേഡാണ് ഒന്ന് ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ. വിൽ ബി ലുക്കിംഗ് അറ്റ് ദോസ് ഓൾസോ ഇൻ ഡീറ്റെയിൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് മോഡ്യൂൾ. ഓക്കെ, ഇത് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഡേറ്റയുടെ വാല്യൂസ്, ആട്രിബ്യൂട്ട്സിന്റെ ഡേറ്റ വാല്യൂസിനെ ഒരു റേഞ്ചിലേക്കോ ഒരു കോൺസെപ്റ്റിലേക്കോ കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡിസ്ക്രിറ്റൈസേഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത്.
ഓക്കെ. സോ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു ലാർജ് വാല്യൂസ് 0 to 1 റേഞ്ചിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു when we discussed data types. If you remember, when we discussed data types, distance measures, എങ്ങനെയാണ് വാല്യൂസിനെ ഡിഫറെന്റ് ഡേറ്റ ടൈപ്സിന്റെ വാല്യൂസിനെ 0 to 1 റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡിസ്ക്രിറ്റൈസേഷൻ. കോൺസെപ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത്, ഇഫ് യു റിമെമ്പർ, നമ്മൾ അഡ്രസ്സിൽ ടൈമിൽ ഒക്കെ നമ്മൾ കോൺസെപ്റ്റ്സ് കണ്ടായിരുന്നു, കോൺസെപ്റ്റ് ഹൈറാർക്കി കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്കിപ്പം ഏജ് എന്ന് പറയുന്ന ഒരു റോ വാല്യൂ ആണ് ഉള്ളത്. 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്, 24 വയസ്സ്, 47 വയസ്സ്, 50 വയസ്സ്, 80 വയസ്സ്, ഇങ്ങനെയൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിനെ കോൺസെപ്റ്റിലേക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? ഹയർ ലെവൽ കോൺസെപ്റ്റ്സിലേക്ക് മാറ്റാനായിട്ട്, ഫോർ എക്സാമ്പിൾ യൂത്ത്. യൂത്ത് എന്ന് പറയുന്നത് ആരൊക്കെയാ? ബിലോ 18 years of age യൂത്ത് എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അഡൽട്ട് എന്ന് പറയുന്നത് 18 to 50 എന്ന് വിചാരിക്കുക. സീനിയർ എന്ന് പറയുന്നത് 50 above. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഈ റേഞ്ച് ഒക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഏജിനെ ആ വാല്യൂസ് എല്ലാം മാറ്റിയിട്ട് 10, 20, 30 എന്നൊക്കെയുള്ള വാല്യൂസ് മാറ്റിയിട്ട് യങ് അഡൽട്ട് ഓർ സീനിയർ എന്ന് പറഞ്ഞ് നമുക്ക് കോൺസെപ്ച്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് കോൾഡ് ഡിസ്ക്രിറ്റൈസേഷൻ or concept hierarchy generation. Okay, now let's look at data cleaning a little bit more in depth. എങ്ങനെയാണ് ഡേറ്റയെ ക്ലീൻ ചെയ്യാൻ പറ്റും? ആദ്യത്തെ വിഷയം മിസ്സിംഗ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഡേറ്റ നമ്മൾ എടുത്തു, ഡേറ്റ സെറ്റ് ഉണ്ട്, ഓരോ ആട്രിബ്യൂട്ട് നോക്കുമ്പോൾ ഓരോ ആട്രിബ്യൂട്ടിലും കുറെ മിസ്സിംഗ് വാല്യൂസ് ആണ്. കുറച്ചെങ്കിലും മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു പോസിബിലിറ്റി ഈസ് നമുക്ക് ആ ടപ്പിളിനെ അങ്ങ് ഇഗ്നോർ ചെയ്യാം. ഏത് ടപ്പിളിലാണോ റോയിലാണോ വാല്യൂ മിസ്സിംഗ് ആയിട്ടുള്ളത് അതിനെ അങ്ങ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, പക്ഷേ ക്ലാസിന്റെ ലേബൽ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മിസ്സിംഗ് വാല്യൂസിനെ ഇഗ്നോർ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഉള്ള പല ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, അതും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലാതെ വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒത്തിരി ആട്രിബ്യൂട്ട്സ് അങ്ങനെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടപ്പിൾ ഇഗ്നോർ ചെയ്താൽ അത് എഫക്റ്റീവ് ആണ്. ഒരെണ്ണം മിസ്സിംഗ് ആണ്, ഒരു ആട്രിബ്യൂട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരിയും എക്സിസ്റ്റിംഗ് ആട്രിബ്യൂട്ട് വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ബട്ട് ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് തിങ് ദാറ്റ് വി ക്യാൻ ഡു, ഇഗ്നോർ ചെയ്യാം. മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ ഉള്ള ആ റോസിനെ അങ്ങ് ഇഗ്നോർ ചെയ്യും. രണ്ടാമത്തെ പോസിബിലിറ്റി ഈസ് ഫിൽ ദ മിസ്സിംഗ് വാല്യൂസ് മാനുവലി. ഒരു എക്സ്പേർട്ട് ഇരുന്നിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസ് പോസിബിൾ ആയിട്ട് ഏത് വാല്യൂ ആയിരിക്കാം വരുന്നത് ആ ഒരു വാല്യൂ വെച്ചിട്ട് അങ്ങ് ഫില്ല് ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ വിഷയം എന്നാ, മാനുവലി ചെയ്യുമ്പോൾ ലാർജ് ഡേറ്റ സെറ്റ്സിലൊക്കെ ഇത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് വെരി ടൈം കൺസ്യൂമിങ്. പിന്നെ ഒരു പോസിബിലിറ്റി ഈസ് ഒരു ഗ്ലോബൽ കോൺസ്റ്റന്റ് വെച്ചിട്ട് അതിനെ അങ്ങ് ഫില്ല് ചെയ്യുക, ലൈക്ക് അൺനോൺ ഓർ ഇൻഫിനിറ്റി, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ അങ്ങ് ഫില്ല് ചെയ്ത് വിടുക. ഓക്കെ, another possibility, and these are some of the things that are normally used, measures a central tendency for the attribute. ഏത് ആട്രിബ്യൂട്ട് ആണ് മിസ്സിംഗ് എന്ന് നോക്കിയിട്ട് അതിന്റെ ബാക്കിയുള്ള വാല്യൂസ് വെച്ചിട്ട് മീൻ അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ വെച്ചിട്ട് ഇതിനെ അങ്ങ് ഫില്ല് ചെയ്യുക. എക്സാമ്പിൾ, ഇൻകം ആണ് മിസ്സിംഗ് എന്ന് വിചാരിക്കുക. എല്ലാവരുടെയും ഇൻകത്തിന്റെ ഒരു മീൻ എടുത്തിട്ട് അത് വെച്ചിട്ട് അങ്ങ് ഫില്ല് ചെയ്യാം. ഇനിയല്ല, നമുക്ക് കസ്റ്റമേഴ്സിന്റെ ആണ് ഇൻകം ഉള്ളത്, കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് റിസ്ക് നമുക്കറിയാം, എന്നുവെച്ചാൽ അവർക്ക് ബാങ്ക് ലോൺ കൊടുക്കാൻ മടിക്കുന്നതാണോ അതോ അവരുടെ ക്രെഡിറ്റ് ഓക്കെ ആണോ, അങ്ങനത്തെ അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇവരുടെ ഇൻകം കുറവാണോ കൂടുതലാണോ. എന്നിട്ട് അതേ ബേസ് ചെയ്തിട്ട് അതേ ക്രെഡിറ്റ് റിസ്ക് ഉള്ള മറ്റ് കസ്റ്റമേഴ്സിന്റെ ഇൻകം വാല്യൂയുടെ മീൻ എടുത്തിട്ട് അതിനെ ഫില്ല് ചെയ്യാം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഇപ്പൊ എന്റെ ഫോർ എക്സാമ്പിൾ മാർക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കുക. ക്ലാസിന്റെ ആവറേജ് വെച്ച് ഫില്ല് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഈ ഒരു പർട്ടിക്കുലർ കുട്ടിയുടെ മാത്സിന്റെ മാർക്ക് മിസ്സിംഗ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്കിത് ഡേറ്റ അനാലിസിസിനാ, അല്ലാതെ അയാൾക്ക് അയാളുടെ ഔട്ട്പുട്ട് ഒക്കെ കിട്ടി. എനിക്ക് പിന്നീട് ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡേറ്റ നോക്കുമ്പോൾ പിന്നെ ആ കുട്ടിയെ വിളിച്ച് മാർക്ക് എന്താണെന്നൊന്നും ചോദിക്കണ്ട, പകരം ആ കുട്ടിക്ക് മറ്റ് ടെസ്റ്റുകൾക്ക് മാത്സിന്റെ മാർക്ക് എന്തായിരുന്നു എന്ന് നോക്കുക.
എന്നിട്ട് അതിന്റെ എല്ലാം കൂടെ ആവറേജ് എടുത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ better fit than taking the average of mark of the whole class and giving it to that particular student. Okay, അതിനെയാണ് use the attribute mean or median for all samples belonging to the same class as the given tuple. അതൊരു പോസിബിലിറ്റി ആണ്, അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത ഒരു പോസിബിലിറ്റി ഈസ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണെന്ന് ഏതെങ്കിലും ഒരു അൽഗോരിതം വെച്ചിട്ട് കണ്ടെത്തുക. Okay, so those who have learned machine learning, you all know regression നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സോ ഡേറ്റ ഫിറ്റ് ചെയ്ത് ഒരു ലൈനിലോ എന്തെങ്കിലും ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ ഡേറ്റ ഫിറ്റ് ചെയ്യുന്നത് ലൈനിലായിരിക്കും. എന്നിട്ട് അതേ ബേസ് ചെയ്തിട്ട് ഇയാളുടെ മറ്റ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഡിസിഷൻ ട്രീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫറൻസ് ടൂൾസ് യൂസ് ചെയ്തിട്ട് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ ഫില്ല് ചെയ്യും. ഇനി there are some fields which should not be filled. For example, driving license empty ആണെന്ന് വിചാരിക്കുക, ആ ഫീൽഡ് empty ആണ്. ഇയാൾക്ക് ചിലപ്പോൾ ലൈസൻസ് ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് ഫില്ല് ചെയ്യാതെ കിടക്കുന്നത്. അതിനെ കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത് ഫില്ല് ചെയ്യാനൊന്നും പറ്റത്തില്ല. Okay, so some fields can be naturally empty. Okay, now let's look at supposing missing data അല്ല വിഷയം, noisy data ആണ് വിഷയം. That is, there is a random error in the measured value. അവിടെ ചെയ്യാൻ പറ്റുന്നത് binning അല്ലെങ്കിൽ regression അല്ലെങ്കിൽ outlier analysis. Regression or outlier analysis will be looking at in detail later. Just introduce ഇവിടെ ചെയ്തുള്ളൂ. Binning ന്റെ method we will discuss over here. Okay, what is binning? അടുത്തുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റയെ സ്മൂത്ത് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ വേരിയൻസ് അധികം കാണുന്ന ഡേറ്റയെ സ്മൂത്ത് ചെയ്തെടുക്കുന്നതിനാണ് ബിന്നിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ലോക്കൽ സ്മൂത്തിങ്. ബിന്നിങ് ഇസ് ഓൾസോ കോൾഡ് ലോക്കൽ സ്മൂത്തിങ്. അതിന് ചെയ്യുന്നത് ഇതാണ്, നമുക്കുള്ള ഡേറ്റ എല്ലാം കൂടെ എടുത്ത് അതിനെ സോർട്ട് ചെയ്യാം. എന്നിട്ട് ഈക്വൽ ഫ്രീക്വൻസി ഉള്ള ബക്കറ്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. സോ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് ഉള്ള വാല്യൂസ് ആർ ഓൾ സോർട്ടഡ് ഫ്രം 4 to 34 ആൻഡ് മൂന്നെണ്ണം ആയിട്ട് 3 ബിൻസിലേക്ക് അതിനെ ഈക്വൽ ഫ്രീക്വൻസി ബിൻസിലേക്ക് പാർട്ടീഷൻ ചെയ്ത് വെച്ചു. ഇനി ബിന്നിങ് ക്യാൻ ബി ഡൺ യൂസിങ് മീൻസ് ഓർ ബിന്നിങ് ക്യാൻ ബി ഡൺ binning can be done using boundaries. മീൻ ആണെങ്കിൽ 4ഉം 8ഉം 15ഉം അതിന്റെ മീൻ കണ്ടുപിടിക്കുക. 4 + 8 + 15 divided by 3 that is equal to 9. എന്നിട്ട് എല്ലാ വാല്യൂസിനും 9 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. ബട്ട് വി ആർ ഓൾസോ സ്മൂത്ത് ചെയ്യുന്നുണ്ട് ഡേറ്റ, ബട്ട് വി ആർ ഓൾസോ ഇൻട്രൊഡ്യൂസിങ് സം എറേഴ്സ്. ഇങ്ങനെ എല്ലാത്തിനെയും നമുക്ക് സ്മൂത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ രണ്ടാമത്തെ ബിന്നിലെ എല്ലാം മീൻ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂസ് എല്ലാം ആ ബിന്നിന് ഒരേ വാല്യൂ കൊടുക്കുക. അടുത്ത ഒരു പോസിബിലിറ്റി ബൗണ്ടറി ചെക്ക് ചെയ്തിട്ട് ഏത് ബൗണ്ടറിയിലേക്കാണോ ഏറ്റവും അടുത്ത് കിടക്കുന്നത് വാല്യൂ അതിലേക്ക് നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുക. സോ ഇവിടെ നടുക്ക് ശരിക്കും 8 ആയിരുന്നു. 8 is closer to 4 than to 15. So 8 is removed and the value 4 is given. 21 is already 21 തന്നെയാണ്. സോ അതിന് മാറ്റമൊന്നും വരുത്തുന്നില്ല. 28 ഉം 25ഉം കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ 28 is closer to 25 than 34. So 28 is replaced by 25. Okay, so ഇതിനെയാണ് binning by means or binning by boundaries എന്ന് പറയുന്നത്. Okay, now what is regression? നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ വാല്യൂസിനെയും കൂടെ ലീനിയർ റിഗ്രഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ലൈനിലേക്ക് ബെസ്റ്റ് ലൈനിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കും. എന്നിട്ട് മാറിക്കിടക്കുന്ന എല്ലാ വാല്യൂസും ആ ലൈനിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, ദാറ്റ് ഇസ് ലീനിയർ റിഗ്രഷൻ. ഇനി ലീനിയർ റിഗ്രഷൻ അല്ല 2 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉള്ള റിഗ്രഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ കർവ്. ഓക്കെ, പലതരം കേർവ്സ് ആയിരിക്കും ഉള്ളത്. എന്നിട്ട് ആ കേർവിലേക്ക് നമ്മൾ ആ ഡേറ്റയെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നു. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. ഈ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത് വിൽ ബി ലുക്കിംഗ് അറ്റ് ലീനിയർ റിഗ്രഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എക്സാമ്പിൾസ് ഇൻ ലേറ്റർ ക്ലാസ്സസ്.
ഓക്കെ, ഔട്ട്ലയർ അനാലിസിസും ക്ലസ്റ്ററിങ്ങിന്റെ കൂടെ വരുന്നതാണ്. ഔട്ട്ലയർ അനാലിസിസ് സാധാരണഗതിയിൽ ക്ലസ്റ്റർ ചെയ്തിട്ട് ഒരു ക്ലസ്റ്ററിലേക്കും നമുക്ക് ചേർക്കാൻ പറ്റാത്ത ഡേറ്റയെയാണ് ഔട്ട്ലയേഴ്സ് ആയിട്ട് നമ്മൾ ലേബൽ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ടെക്നീക്സ്, റിഗ്രഷനും ഔട്ട്ലയർ ടെക്നീക്സ് ഒക്കെ റിഡക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല ഡിസ്ക്രിറ്റൈസേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, നൗ let's look at the process of data cleaning. Okay, first discrepancy ഡിറ്റക്ട് ചെയ്യാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ആ ഡിസ്ക്രിപ്പൻസി ഉള്ള ഡേറ്റയെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ആർ സം ഓഫ് ദ ഫാക്ടേഴ്സ്? ഒന്ന്, ഡേറ്റ ഫില്ല് ചെയ്യാനായിട്ട് സർവേയോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തപ്പോഴത്തേനും ഡേറ്റ എൻട്രി ഫോം പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യാഞ്ഞ കാരണം, കുറെ ഓപ്ഷണൽ ഫീൽഡ്സ് ഉണ്ടായിരുന്ന കാരണം നമുക്ക് കിട്ടിയില്ല ഡേറ്റ. സോ കുറെ മിസ്സിംഗ് ഡേറ്റ ഉണ്ടാവും. ഇനി ഡേറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ എറർ സംഭവിക്കാം. ഓക്കെ, ഡെലിബറേറ്റ് ആയിട്ട് ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കുറച്ച് കാണിക്കുക, ടെലിഫോൺ നമ്പർ തെറ്റിച്ച് കൊടുക്കുക, അങ്ങനെ ഡെലിബറേറ്റ് എറേഴ്സ് കാണിക്കാം. ഓക്കെ, ഇനി ഡേറ്റ ഡീകേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ മുമ്പ് കളക്ട് ചെയ്ത ഡേറ്റയാണ്, ഇപ്പൊ ആ ഡേറ്റ കറക്റ്റ് അല്ല. ഓക്കെ, ദാറ്റ് ഇസ് ഡേറ്റ ഡീകേ. അടുത്ത ഒരു പോസിബിലിറ്റി ഇസ് ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ റെപ്രസെന്റേഷൻ ഓർ യൂസ് ഓഫ് കോഡ്സ്. പലയിടത്ത് യൂസ് ചെയ്തിരിക്കുന്ന പല റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഫോർമാറ്റ് ആണ് ഡേറ്റ കളക്ട് ചെയ്യാനെങ്കിൽ നമുക്ക് ഡേറ്റ ക്ലീൻ അല്ലായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഡിസ്ക്രിപ്പൻസി ഉണ്ടാവും. ഓക്കെ, ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യുന്ന ഡേറ്റ തെറ്റായിരിക്കും. ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ അത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഒറിജിനലി കളക്ട് ചെയ്തത് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഡേറ്റ യൂസ് ചെയ്യുന്നത്. എവിടെ നിന്നൊക്കെയോ കിട്ടിയ ഡേറ്റ ഞാൻ അങ്ങ് എടുത്ത് യൂസ് ചെയ്യുക, ബട്ട് ഇറ്റ് വാസ് നോട്ട് കളക്റ്റഡ് ഫോർ ദാറ്റ് പർപ്പസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എറർ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തൊരു പ്രോബ്ലം ഇസ് ഡേറ്റ ഇന്റഗ്രേഷൻ പ്രോപ്പറായിട്ട് നടത്താത്തത് കാരണം ഡേറ്റയിൽ എറേഴ്സ് വരാം. ഓക്കെ, നൗ ഈ അനോമലി ഡിസ്ക്രിപ്പൻസി കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? യൂസ് ചെയ്യുന്ന സാധാരണഗതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേറ്റയെ കുറിച്ചുള്ള ഡേറ്റയാണ് മെറ്റാഡേറ്റ. ഡേറ്റ ടൈപ്പ്, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വാല്യൂസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ട്രെൻഡ് വെച്ച് ഡേറ്റയുടെ മെറ്റാഡേറ്റ യൂസ് ചെയ്തിട്ട് തെറ്റുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് മീന്, മീഡിയൻ, മോഡ്, സിമെട്രി, സ്ക്യൂവഡ്നെസ്, ഡീവിയേഷൻ. ഓക്കെ, ഇതൊക്കെ ഔട്ട്ലയേഴ്സ് ഉണ്ടോ, നോയ്സ് ഉണ്ടോ, ഏതെങ്കിലും ഡിസ്ക്രിപ്പൻറ്റ് വാല്യൂസ് ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന കുറെ മെത്തേഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അടുത്ത ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഡേറ്റ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും കറക്റ്റ് ആണോ അതോ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയും നമുക്ക് ഡിസ്ക്രിപ്പൻസീസ് കണ്ടെത്താം. അടുത്തത്, ചില ഡെവലപ്പേഴ്സ് മെമ്മറി അൺയൂസ്ഡ് ബിറ്റ്സ് ചില ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പക്ഷെ ആ ബിറ്റ് ചിലപ്പോൾ ഈ ഡേറ്റയ്ക്ക് ക്രമേണ ഇനഫ് ആയിരിക്കത്തില്ല. ഓക്കെ, ആ കേസ് ഇസ് കോൾഡ് ഫയൽ ഓവർലോഡിങ് എറർ. ആ കേസുകളിലും നമുക്ക് ഡേറ്റ ആട്രിബ്യൂട്ട്സ് തെറ്റിച്ച് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അനദർ തിങ് ദാറ്റ് നീഡ്സ് ടു ബി എക്സാമിൻഡ് ഇസ് നമ്മുടെ ഡേറ്റാ ബേസുകളിൽ പല റൂൾസ് ഉണ്ട്. യുണീക്ക് റൂൾ ഉണ്ട്, കോൺസിക്യൂട്ടീവ് റൂൾ ഉണ്ട്, നൾ റൂൾ ഉണ്ട്, അങ്ങനെ കുറെ ലിമിറ്റേഷൻസും റൂൾസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, എന്റെ റോൾ നമ്പർ ആണ് എന്റെ ആട്രിബ്യൂട്ട് എന്ന് വിചാരിക്കുക. അത് അണ്ടർസ്റ്റുഡ് ആണ്, ഇറ്റ് ഷുഡ് ബി ഹാവ് യുണീക്ക് വാല്യൂസ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം വാല്യൂസ്. അപ്പം അത് യുണീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിലൂടെ ഡിസ്ക്രിപ്പൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി റോൾ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ലോവസ്റ്റ് വാല്യൂവും ഹയസ്റ്റ് വാല്യൂസും എന്താ പറയാ കോൺസിക്യൂട്ടീവ് ആണ് എന്നുള്ളൊരു റൂൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒന്നും മിസ്സിംഗ് ആയിരിക്കരുത്. ചെക്ക് നമ്പേഴ്സ് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ കോൺസിക്യൂട്ടീവ് ആണോ ഡേറ്റ, ഏറ്റവും ലോവസ്റ്റ് വാല്യൂയും ഏറ്റവും ഹയസ്റ്റ് വാല്യൂയും കിട്ടിയിട്ട് അതിന്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും ഉണ്ടോ ഇല്ലയോ, അതൊക്കെ യുണീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അടുത്തത് നൾ റൂള്.
എവിടൊക്കെയാണ് നൾ വരാൻ പറ്റുന്നത്, എവിടൊക്കെയാണ് നൾ വരാൻ പാടില്ലാത്തത്, നള്ളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് വാല്യൂ വെച്ചിട്ടാണ്, ഇത് നമുക്ക് നോക്കുക. ഓക്കെ, അത് നോക്കുന്നതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഡിസ്ക്രിപ്പൻസി ഉണ്ടോ. സോ നൾ വാല്യൂക്ക് ബ്ലാങ്ക് ചിലർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ബ്ലാങ്ക്സ് കിടക്കുന്നിടം എല്ലാം നള്ളാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ക്വസ്റ്റ്യൻ മാർക്ക്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രിങ് ആണ് യൂസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കണം. Okay, now there are some automated tools for discrepancy detection. Scrubbing tools, or idum question vannittulladaane. Scrubbing tools, auditing tools, migration tools, extraction, transformation, loading tools. Appo ivide not just cleaning, many other things are also being done. Okay, scrubbing tools il valare simple aanu. Correct aayittulla data, correct aayittulla incorrect aayittulla data ye correct cheyyunnതിനാണ് scrubbing tools use ചെയ്യുന്നത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കും ദാറ്റ് ഇന്ന ആട്രിബ്യൂട്ട്സിന് ഇന്ന ഡൊമൈൻ നോളജ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇറ്റ്സ് ഗോയിങ് ടു ഡു ദ കറക്ഷൻ. ഓക്കെ, ഓഡിറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്സ്, അതായത് നമ്മളിപ്പോൾ ഡേറ്റാബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്കീമ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ മെറ്റാ ഡേറ്റ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, സ്കീമ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് എന്തേലും വയലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഓഡിറ്റിംഗ് ടൂൾസ് ചെയ്യുന്നത്. മൈഗ്രേഷൻ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റാബേസിൽ നിന്നും വേറൊരു ഡേറ്റാബേസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫോം ചെയ്ത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് മൈഗ്രേഷൻ ടൂൾസ് ചെയ്യുന്നത്. ഓക്കെ, ETL ടൂൾസ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ലോഡ് ചെയ്യുന്ന ടൂൾസ് ആണ് ETL ടൂൾസ്. ഓക്കെ, സോ ഒരു GUI ഉണ്ടാവും, എന്നിട്ട് യൂസറിന് സ്പെസിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം, ലോഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റൂൾസ് വെച്ചിട്ട്, സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് ഈ ടൂള് എക്സ്ട്രാക്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ലോഡ് ചെയ്യും. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കണമെന്നില്ല. ചിലതൊക്കെ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. These are the tools which are used for cleaning. And one such example is Potter's wheel of a discrepancy detection tool. Aditha class we will look at the next section of this particular module. If you have any doubts, as usual, please feel free to let me know. Thank you.